നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം വിവാദത്തിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിക്കാൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ അമേരിക്കയിലേക്ക് അയച്ചെന്നും ഇന്ത്യയുടെ 4000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കൈയടക്കി വെച്ചിരിക്കുകയാണെന്നുമുള്ള ആരോപണങ്ങളാണ് ഭരണപക്ഷത്തിന്റെ വിമർശനത്തിന് വഴിവെച്ചത്. കഴിഞ്ഞ മാസം തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നദിയിലേക്ക് വലിച്ചെറിഞ്ഞതിനാൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭത്തിലെ വെള്ളം മലിനമായെന്ന് സമാജ്വാദി പാർട്ടി MP ജയാ ബച്ചൻ ആരോപിച്ചു. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സാധാരണക്കാർക്കായി പ്രത്യേക സംവിധാനങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് നടിയും രാഷ്ട്രീയ നേതാവുമായ ജയാ ബച്ചൻ ആരോപിച്ചു. കൈക്കൂലിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ. സ്ഥിരം കൈക്കൂലിക്കാരായ 200ഓളം സർക്കാർ ഉദ്യോഗസ്ഥരുടെ രഹസ്യ പട്ടിക അതത് വകുപ്പുകൾക്ക് കൈമാറിയിരിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് ഡയറക്ടറേറ്റ്. അഴിമതിയുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചാൽ എത്രയും വേഗം നടപടി ഉറപ്പാക്കുന്ന ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി വിജിലൻസിന്റെ ചരിത്രത്തിലാദ്യമായി ഈ വർഷം ജനുവരിയിൽ മാത്രം ഒരൊറ്റ മാസത്തിൽ 8 സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് കുടുക്കിയത്. ഇതിനു പിന്നാലെയാണ് നടപടികൾ കടുപ്പിക്കുന്നത്. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹർ അഹമ്മദ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുട്ടി പഠിച്ചിരുന്ന സ്കൂളുകളുടെ വിശദീകരണത്തിൽ അവ്യക്തതയെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ്. കുടുംബം ഉന്നയിച്ച പരാതികളിൽ പലതിനും സ്കൂൾ അധികൃതരിൽ നിന്ന് കൃത്യമായ മറുപടി കിട്ടിയില്ല. ഈ സാഹചര്യത്തിൽ ഹാജർ നില ഉൾപ്പെടെ രേഖകൾ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ NOC ഉൾപ്പെടെ രേഖകൾ ഹാജരാക്കാനും സ്കൂളുകൾക്ക് കഴിഞ്ഞില്ല. ഇവർക്കെതിരെ നടപടികൾക്ക് ശുപാർശ ചെയ്യുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു. 3 ദിവസത്തിനകം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.